ഇവിടെ ടിയാൻ പറയുന്നത് എന്താണ്? പല പല പ്രശ്നങ്ങൾ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിന് മരുന്നേ ഇല്ല, ചുമ്മാ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പല ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിന്റെ മെയിൻ റീസൺ ആയിട്ട് വരുന്നത് വൈറൽ അറ്റാക്കാണ്. വൈറൽ ലോഡ് ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള പല പല പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും. ഹെറിഡിറ്ററി എല്ലാ പ്രശ്നം വരണമെന്നല്ല. ഓട്ടോഇമ്യൂൺ ഡിസീസിനെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം ഒന്ന് കേട്ട് നോക്കുക. അതായത് വൈറൽ ലോഡ് ഉള്ളവർക്ക് ഹെറിഡിറ്ററി ഉണ്ടാവും, ഹെറിഡിറ്ററി ഉള്ളവർക്ക് എല്ലാം ഉണ്ടാവണമെന്നില്ല. എന്ത് തേങ്ങയാണ് ഇയാൾ പറയുന്നത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? പല ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിന്റെ മെയിൻ റീസൺ ആയിട്ട് വരുന്നത് വൈറൽ അറ്റാക്കാണ്. വൈറൽ ലോഡ് ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള പല പല പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും. ഹെറിഡിറ്ററി എല്ലാ പ്രശ്നം വരണമെന്നല്ല. കാരണം ഇങ്ങനെ 2-3 വാക്കുകൾ എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുടെ ഈ കിങ്കരന്മാരും ഫോളോവേഴ്സും രോമാഞ്ചം ഉണ്ടാവും. പക്ഷെ എന്ത് തേങ്ങയാണ് ഇയാൾ പറഞ്ഞത്? അത് പോട്ടെ, ഇനി ബാക്കി കാര്യത്തിലേക്ക് വരാം. ഓട്ടോഇമ്യൂൺ ഡിസീസ് ചികിത്സിക്കാൻ പറ്റത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. നാച്ചുറോപ്പതി ചികിത്സയില്ലായിരിക്കും, മോഡേൺ മെഡിസിൻ ചികിത്സയുണ്ട്, റിലാപ്സ് വരും, പക്ഷേ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ അടുത്ത ഡയലോഗ് കേട്ടോ, ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ എല്ലാം പുള്ളി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ് വൈറൽ അറ്റാക്കും വൈറൽ ലോഡുമാണെന്ന്. ഇനി 1-2 സെൻറ്റൻസ് കൂടി പുള്ളി പറയുന്നത് കേൾക്കുക. പുള്ളി പറയാണ് പാലും വേരിക്കോസ് അൾസറും, അതായത് ഒരു ബന്ധമില്ലാത്ത 2 സാധനം തമ്മിൽ ബന്ധമുണ്ട്, പക്ഷേ ഒപ്പം പുള്ളി പറയാൻ ടെക്സ്റ്റ് ബുക്കിലില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിലില്ല എന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അതിനൊരു ജാമ്യം എടുക്കുകയാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കാര്യം പുള്ളി എന്ത് ബേസിലാണ് ഇങ്ങനെ തള്ളുന്നത്? പുള്ളി PhD റിസർച്ചിന് പോയപ്പോൾ പഠിച്ച കാര്യമാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അംഗീകരിക്കുക? നമ്മുടെ ജഗതി വഴി മരുന്ന് വിൽക്കുന്ന കണ്ടിട്ടില്ലേ, ആമസോൺ വനാന്തരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ്. கிடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரும் நெருப்பும் கொடுத்து பாசம் நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பே அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாற்றிருந்தாக்கும் இது சுத்தமான மயிலெண்ணெய். இதில் மாயமில்லை, மந்திரமில்லை, கள்ளமில்லை. சர்க்கஸுகாரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய் இது மயிலெண்ணெய். അതുപോലല്ലേ ഉള്ള പുള്ളിയുടെ ഈ പഠനം എന്ന് പറയുന്നതും. പിന്നെ മറ്റൊരു കാര്യം പുള്ളി പറയുന്നത് കേട്ടോ, ഈ പാവപ്പെട്ട ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളെ കയ്യിലെടുക്കാൻ വേണ്ടി പുള്ളി തള്ളുന്നതാണ്. അതായത് ഓട്ടിസത്തിനുള്ള ഗട്ടിലെ ബാക്ടീരിയ പുള്ളിക്ക് സ്വന്തമായിട്ട് അറിയാത്രേ. എന്തൊരു തള്ളലാണിത്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഓട്ടിസവും ഗട്ട് മൈക്രോവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഈ ഡയറ്റ് ഹാബിറ്റ്സ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ വയറ്റിലെ ഇൻഡസ്ട്രിയൽ ഫ്ലോറയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് സയൻസ്. ഇതിനെയാണ് പുള്ളി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പുള്ളി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് പാവം ഓട്ടിസം വന്ന കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടി ആ മാതാപിതാക്കളെ തൻ്റെ ക്ലിനിക്കിൽ എത്തിക്കാനുള്ള പരിപാടിയാണ്.